മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തൃശ്ശൂരിലേക്കാണ്. വില്ലേജ് ഓഫീസർ കൈക്കൂലിയുമായി പിടിയിലായിരിക്കുന്നു എന്നാണ് ജെയ്സൺ ചാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ KL ജൂഡിനെയാണ് വിജിലൻസ് പിടികൂടിയത്. ROR സർട്ടിഫിക്കറ്റിനായി 3000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിജിലൻസ് പിടികൂടിയത്. ജെയ്സൺ ഉണ്ട് വിവരങ്ങളുമായി. ജെയ്സൺ, എന്തായിരുന്നു ഇതിനുള്ള ഒരു കാര്യം? വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണോ പിടിയിലായിരിക്കുന്നത്? വിനീത, തീർച്ചയായും അല്പം മുമ്പാണ് തൃശ്ശൂർ വിജിലൻസ് DYSP ജിംപോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടുന്നത്. ഇയാൾ പിടിക്കപ്പെട്ട ആൾ അത്ര മോശക്കാരനൊന്നുമല്ല. അയാൾ ഇതിനു മുമ്പ് കാസർഗോഡ് കൈക്കൂലി വാങ്ങിച്ചതിന് 2022 അറസ്റ്റിലായ ആൾ ഇപ്പോൾ DYSP ജിംപോൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്താ പരാതി എന്തായിരുന്നു? പരാതിക്കാരൻ്റെ ഭൂമിയിൽ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ROR സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെ സംബന്ധിച്ചായിരുന്നു പരാതി. അതിന് അദ്ദേഹം പണം 3000 രൂപ ചോദിച്ചു. മിക്കവാറും എല്ലാ ഇടപാടുകൾക്കും പണം കൈപ്പറ്റുന്ന ആളാണെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഇദ്ദേഹം മുമ്പ് മാള ഉണ്ടായിരുന്നപ്പോൾ വടമ വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നപ്പോഴും ഇതേ ഇഷ്യൂ നിന്നിരുന്നു. പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പലപ്പോഴും താക്കീത് നൽകിയിട്ടുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന് വെരിഫിക്കേഷൻ നടത്തി ജെന്യുവിനാണെന്ന് മനസ്സിലായി. തുടർന്ന് നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് സൈറ്റ് ഇൻസ്പെക്ഷന് പോയി തിരികെ വന്നപ്പോൾ പണം വാങ്ങി. വിതിൻ സെക്കൻഡ്സ് തന്നെ അദ്ദേഹം കാലിൻ്റെ ഉള്ളിൽ സോക്സിൻ്റെ ഉള്ളിൽ വലത് സോക്സിൻ്റെ ഉള്ളിൽ അത് ഒളിപ്പിച്ചു. ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സാന്നിധ്യത്തിൽ പണം റിക്കവറി നടത്തിയിട്ടുള്ളതാണ്. ഇനി അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യും. ഇതിലേക്ക് ഇയാൾക്ക് ബാക്ക് ഫയൽ എന്തായല്ലേ? ബാക്ക് ഫയൽ ഇതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഒരു ട്രാപ്പ് കേസ് തന്നെയാണ്. ഇതുപോലെ തന്നെ പണം പിടികൂടിയിട്ടുള്ള സംഭവമാണ്. പരാതിക്കാരൻ്റെ പരാതിനെ തുടർന്ന് അതിൽ 1-ാം പ്രതിയായിട്ടാണ് കാണുന്നത്. ഈ നാട്ടിൽ ഇയാൾക്കെതിരെ വ്യാപകമായിട്ട് പരാതിയുണ്ട്. പരാതിക്കാർ ഇപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പരാതിക്കാർ നിരവധി ഇവിടെ വന്നിരുന്നു. പരാതി പറഞ്ഞു, പല പരാതികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തഹസിൽദാരായിട്ട് സംസാരിച്ച് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഒരു 3-4 വില്ലേജ് ഓഫീസർമാർ ഇപ്പോൾ ഇതിനകം തന്നെ കൈക്കൂലിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഭൂമി ഇടപാടുകൾ നിരവധി പരാതികൾ വരുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള പരാതികൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഏജൻസിനെ വെച്ചിട്ടുള്ളതും സംഭവങ്ങളുണ്ട്. നമ്മൾ പരാതി വരുന്ന കാര്യങ്ങളിൽ വിതിൻ ടൈം നടപടികൾ നമ്മൾ എടുക്കാറുണ്ട്. അതിനുള്ള അനുവാദം ഡയറക്ടറും അതുപോലെ തന്നെ അവിടുന്ന് DIGയും സൂപ്പർവിഷൻ നടത്താറുണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് SP ശശിധര സാറാണ്. അദ്ദേഹം ഇതിന് നമുക്ക് ബാക്ക് സപ്പോർട്ട് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആക്ഷനിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചകളും നമ്മൾ പരാതിക്കാരുടെ പരാതിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള നടപടികൾ നമ്മൾ എടുക്കുക. യാതൊരു വീഴ്ചകളും നമ്മൾ വരുത്താറില്ല. വിനീത, അതാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിരവധി വില്ലേജ് ഓഫീസർമാർ കൈക്കൂലി വാങ്ങുന്ന സ്ഥിതിയുണ്ട്. അത് ണ്ട്. ഈ അതിരപ്പള്ളി പഞ്ചായത്തിൽ തന്നെയാണെങ്കിൽ വ്യാപകമായി ഭൂമിയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ട്. അതിനെല്ലാം കൈക്കൂലി ഇയാൾ ആവശ്യപ്പെട്ടിരുന്നെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ട്രാപ്പ് ഒരുക്കുകയും ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. വിനീത.